കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് വയറിൽ അനുഭവപ്പെടുന്ന 10 തരം വേദനകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആകാൻ പോകുന്ന ഒരു ടോപ്പിക്കാണിത്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും ശരീരത്തിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. ഇനി ഈ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും ആ പോകുന്ന ബ്ലീഡിങ് എത്രത്തോളമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ ചെറുതായിട്ട് ബ്ലീഡിങ് കണ്ടതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്നുള്ള കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഉണ്ടാകുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഓരോ വേദനകളും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകുന്നവയാണ്. കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് അതുവരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എംബ്രിയോ അറ്റാച്ച് ആകുമ്പോഴേക്കും യൂട്രസ് വലുതാവാനായിട്ട് തുടങ്ങുന്നു. അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു. ഇംപ്ലാന്റേഷൻ നടക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ശരീരഭാഗത്തിലെ ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ യൂട്രസ് ആണ്. അതുപോലെ തന്നെ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു ശരീരഭാഗം നമ്മുടെ വയറിന്റെ ഭാഗത്തുണ്ടാകുന്ന വേദനകളും അസ്വസ്ഥതകളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ കമിഴ്ന്ന് കിടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കമിഴ്ന്ന് കിടക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കുഞ്ഞ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ലെയറുകൾക്ക് അകത്താണെങ്കിൽ കൂടി തന്നെ നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് ഒരു ഹെവിനെസ് വയറിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാവില്ല കേട്ടോ. എന്നാലും പീരീഡ്സ് അടുക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഒരുപാട് പ്രഷറിലാണ് താഴേക്ക് കമിഴ്ന്ന് കിടക്കുന്നത്. നമ്മുടെ ശരീരവും ബെഡും തമ്മിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇങ്ങോട്ട് അമർന്ന് വരുമ്പോഴേക്കും, മാട്രസും തമ്മിൽ നല്ലതുപോലെ ഇങ്ങോട്ട് അമർന്ന് വരുമ്പോഴേക്കും നിങ്ങൾക്ക് വേദന കൂടുതലായിട്ടും വേദനയല്ല, ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് മറ്റൊരു മാറ്റവും നിങ്ങൾക്കുണ്ടാകും. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷന്റെ കൂടുതലായിട്ട് നമുക്ക് റിക്വയർമെന്റ്സ് ഉള്ളത് കൊണ്ട് ഓക്സിജൻ റിക്വയർമെന്റ് ശരീരത്തിൽ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റും നിങ്ങളുടെ സ്റ്റൊമക്കും നല്ലതുപോലെ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് അത് ഓക്സിജൻ സപ്ലൈയെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണാറുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ബീറ്റിംഗ് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. പക്ഷേ ചില സിറ്റുവേഷനുകളിൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ അനങ്ങുന്നത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ സ്റ്റൊമക് ബീറ്റിങ്ങും ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ എംബ്രിയോയെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും തലമുടി മുതൽ നമ്മുടെ ആ പാദം വരെ ആ നഖം വരെയുള്ള ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാറുണ്ട്. ഇത് വർദ്ധിച്ചു വരുമ്പോഴേക്കും അത്രയും നാൾ വരെ നോർമൽ ആയിട്ടുണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറച്ചൊന്ന് സൈസ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ട് വേണം ആ വെയിൻസിന് ആ ബ്ലഡ് പാസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമായിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബീറ്റിംഗ് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പക്ഷെ നോർമലി അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ് മിടിക്കുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ സൂചനയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. മൂന്നാമതുണ്ടാകുന്ന മാറ്റമാണ് നമ്മൾ കുമ്പിട്ട് നിവരുമ്പോഴേക്കും ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേക്കും അയ്യോ എന്ന് വിളിക്കുന്ന തരത്തിലുള്ളൊരു വേദന നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കുമ്പിട്ട് നിവരുമ്പോഴേക്കും നമുക്ക് വയറ് ചിലപ്പോൾ പലർക്കും കൊളുത്തി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ ആ കൊളുത്തിപ്പിടുത്തം, പ്രഗ്നൻസിയുടെ സമയത്തുള്ള കൊളുത്തിപ്പിടുത്തം കുറച്ചധികം കൂടുതലായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരു തവണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കുന്നതിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കുമ്പിട്ട് പെട്ടെന്ന് നിവരുന്നതിന്റെ ആയിട്ടും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങൾ നോർമൽ ഒരു കെയർ കൊടുത്ത് നിവർന്നിട്ടും നമുക്ക് അയ്യോ എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള ഒരു വേദന ഒരു ചെറിയ നേരത്തേക്ക് നിങ്ങൾക്ക് വന്നു പോകുന്നുണ്ടെങ്കിൽ, അത് തുടർച്ചയായിട്ട് വന്നു പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആയതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന വേദനയാണ്. നമ്മുടെ ഒരു പൊക്കിളിന് മേളിലോട്ടുള്ള ഭാഗത്ത്, പൊക്കിളിന് നേരെ മേളിലോട്ടും നമ്മുടെ ഒരു ബ്രസ്റ്റ് ഒക്കെ തുടങ്ങില്ല, അതിന് തൊട്ട് താഴെയുമായിട്ടുള്ള ഒരു പോർഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഡൈജഷൻ ഒന്ന് സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വയറിൽ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉണ്ടാകും. വയറിലൊന്ന് കുത്തുന്നത് പോലുള്ളൊരു വേദന കുറച്ച് നേരത്തേക്കൊന്ന് ഷാർപ്പായിട്ട് നിൽക്കും. ചിലർക്ക് 5 മിനിറ്റ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ
കുത്തി വരുന്നത് പോലുള്ളൊരു വേദന വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ വേദന പോകും. പിന്നെയും അതുപോലെ തന്നെ ഷാർപ്പായിട്ടൊരു വേദന വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ വേദന മാറിപ്പോകും. അങ്ങനെയുള്ള ടൈപ്പ് വേദന നിങ്ങളുടെ അപ്പർ സ്റ്റൊമക്കിൽ പൊക്കിളിന് മേളിലുള്ള ഭാഗത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുമ്പോഴേക്കും വയറിലൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. ലൂസ് മോഷൻ എന്ന് പറയുന്നത് നമുക്ക് വയറിളകി പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് വയറിൽ നമുക്കൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാകും. ആ ഒരു ഭയങ്കര ഒരു നമ്മൾ ഓക്കെ അല്ല അങ്ങനെയുള്ളൊരു ഫീലിംഗ് നമുക്ക് വയറിലുണ്ടാകും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം പല സ്ത്രീകൾക്കും ഇൻക്ലൂഡിങ് മീ ഉണ്ടായ ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടത്. വയറ് ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് പോലെ, നമുക്ക് വയറ് നീര് വീഴുന്ന സമയത്തൊക്കെ വയറിൽ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ, വയറ്റിൽ നിന്ന് മുഴുവനായിട്ടൊന്നും പോവാത്ത പോലെ നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലൂസ് മോഷൻ ഉണ്ടാവുന്നത് പോലുള്ളൊരു വേദന തുടർച്ചയായിട്ട് കണ്ടുവരാറുണ്ട് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ വയറില് അസ്വസ്ഥതകൾ ഉണ്ടാവുക. ഈ അസ്വസ്ഥതകൾ നമുക്ക് വയറ് നീര് വീടില്ലേ, അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാവുന്നത് പോലുള്ള വേദന തുടർച്ചയായിട്ട് കണ്ടുവരിക. കോൺസ്റ്റിപ്പേഷൻ വന്നാലും, അതായത് മലബന്ധം, വയറ്റിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാലും, അതുപോലെ തന്നെ വയറിൽ നിന്ന് ലൂസ് മോഷൻ ഉണ്ടായാലും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വയറ് ഫുള്ളായിട്ട് അപ്പറും ലോവർ എന്നൊന്നുമില്ല, മൊത്തത്തിൽ വയറിൽ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുക. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഡൈജഷൻ നടക്കാത്തത് കൊണ്ടാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ വർദ്ധിക്കുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ദഹന പ്രക്രിയ സ്ലോ ഡൗൺ ആകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ശരീരത്തിൽ കെട്ടി നിൽക്കുന്നതിന് അത് കാരണമാണ്. വയറ് നിങ്ങൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്ലപ്പും അസ്വസ്ഥതയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വയറ് തൊട്ട് നോക്കുന്നുണ്ടെങ്കിൽ വയറ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോകും, നിങ്ങൾക്ക് വേറെ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ വയറിലോട്ട് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴേക്കും ഒരു ഹെവിനെസ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും, അസ്വസ്ഥത നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. ഇത് പലർക്കും ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് പൊക്കിളിനകത്ത് വേദന ഉണ്ടാവുക. പൊക്കിളിനകത്തോട് ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഒരു യൂട്രസ്, ആ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. യൂട്രസ് ഗ്രോ ആകാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പൊക്കിളിനകത്ത് ഷാർപ്പായിട്ടുള്ള ഒരു വേദന വരുന്നു. ജസ്റ്റ് ഉണ്ടാകുന്നു, പിന്നെ പോകുന്നു, പിന്നെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ഒരു വേദന കണ്ടിന്യൂസ് ആയിട്ട് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ഇത് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ എല്ലാവരും പറയുന്ന ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുണ്ടാകുന്ന 3 ടൈപ്പ് വേദനകളാണ്. ഒന്ന്, കുത്തുന്നത് പോലെയുള്ളൊരു വേദന നമുക്കുണ്ടാവുക. ഇത് നമുക്കുണ്ടാവുന്നത് നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്തായിരിക്കും. ചിലപ്പോൾ നേരെ താഴെയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. രണ്ടാമതായിട്ട് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള കൊളുത്തി വലിക്കുന്നത് പോലുള്ള വേദന. മൂന്നാമതായിട്ട് ഉണ്ടാവുന്നത് വലിഞ്ഞു മുറുകുന്നത് പോലുള്ള ഒരു വേദന. നമുക്ക് ഫീൽ ചെയ്യാം, ആ ഒരു സ്ട്രെച്ച് ആവുന്നുണ്ട്, നമ്മുടെ സ്കിൻ ഒന്ന് സ്ട്രെച്ച് ആകുന്നത് പോലെ വേദന, ഇങ്ങനെ വലിഞ്ഞു പോകുന്നത് പോലുള്ള ഒരു വേദന നിങ്ങൾക്ക് വരിക. അതുപോലെ തന്നെ കൊളുത്തിപ്പിടുത്തം നമുക്ക് ഇടക്കിടക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ കൊളുത്തി വലിക്കുന്നത് പോലുള്ളൊരു വേദനയെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇംപ്ലാന്റേഷൻ സമയത്ത് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും വേഗത്തിലുണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് ഇത്. ബാക്കിയുള്ള സ്റ്റൊമക് പെയിൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ആ 3 ലക്ഷണങ്ങളും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്ന ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണതെങ്കിൽ നമ്മുടെ മസിൽസും അതുപോലെ ലിഗമെന്റ്സും ഒക്കെ നല്ലതുപോലെ ജോയിൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ച് യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള അവയവങ്ങളും വലിയാനായിട്ടും ആ ഒരു സ്ഥിതിയായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു വലിച്ചിൽ അവിടെ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഷാർപ്പായിട്ടുള്ള വേദനകൾ അവിടെ ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എത്തി സെപ്പറേറ്റ് അതിന് പറ്റുന്ന ഒരു എൻവയോൺമെന്റ് കണ്ടുപിടിച്ചിട്ട് അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് എംബ്രിയോ അവിടെ ഇംപ്ലാന്റ് ആവുന്നത്. ഈ ഇംപ്ലാന്റ് ആവുന്ന സമയത്ത് അവിടുത്തെ ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുന്നതും അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള വേദനകൾ ഷാർപ്പായിട്ട് വന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ വേദനയും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരങ്ങളിൽ നിൽക്കുന്നതായിരിക്കില്ല. കുറച്ച് നേരം ഉണ്ടാകും, വരും, പോകും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വയറിൽ അസ്വസ്ഥത എന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം നീണ്ടു നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ലാത്ത ടൈപ്പ് വേദനകളൊക്കെ നിങ്ങൾക്ക് കുറച്ച് നേരം ഉണ്ടാകും, വരും, പോകും, അങ്ങനെയുള്ളതായിരിക്കും. ഒന്നും സിവിയർ ആയിട്ടുള്ള വേദന ആയിരിക്കില്ല. അതായത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണാൻ പറ്റുന്നത് അത്രയും ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നതോ ആയിട്ടുള്ള വേദന ആയിരിക്കില്ല ഇതിനൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെയിൻ കില്ലറോ മറ്റുള്ള മെഡിസിൻസോ ഒക്കെ എടുക്കുന്നത് കുറയ്ക്കുക എന്നല്ല, എടുക്കാനായിട്ട് പാടില്ല.
ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും റീപ്രൊഡക്റ്റീവ് ഓർഗൻസും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് കൃത്യമായിട്ട് ഗ്രോ ആകേണ്ടതിനുള്ള ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ അവിടെ ഇന്ററപ്റ്റ് ആവുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെഡിസിൻ എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ ആ പെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഡ്രിങ്ക്സ് ഒന്നും പ്രിപ്പയർ ചെയ്ത് കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഹോട്ട് ബാഗ് വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേദന കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം. കാരണം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ട്യൂബൽ പ്രഗ്നൻസി വരുന്നുണ്ടെങ്കിൽ ഈ ട്യൂബൽ പ്രഗ്നൻസി മൂലം ആ പീരീഡ്സ് അടുക്കുന്ന സമയത്തൊക്കെ ചിലർക്ക് എംബ്രിയോ ഗ്രോ ആകുന്നുണ്ടെങ്കിൽ ട്യൂബിൽ വേദന വരാനും റപ്ചർ ആകാനായിട്ടും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിവിയർ ആയിട്ടുള്ള വേദന വരുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി തന്നെ ഉടനെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.